ശ്രീതതാണ്, ഇപ്പോൾ സന്ദീപ് വാര്യർ ഇതിലൊരു പ്രധാന ചരടുവലി നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ ചില കൗൺസിലർമാരുമായി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് സാബുവുമായി നല്ല ബന്ധമാണ് അദ്ദേഹത്തിന് നേരത്തെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഈ കൗൺസിലർമാർ അങ്ങോട്ട് UDF-ലേക്ക് പോയാൽ നഗരസഭാ ഭരണം വീഴും. അത് 28-16 എന്ന രൂപത്തിൽ 28 BJP, UDF 16, CPIM 7, വെൽഫെയർ പാർട്ടി 1 എന്ന നിലയ്ക്കാണ് അവിടുത്തെ കക്ഷിനില. അപ്പോൾ ഇതിൽ നിന്നും 6 പേർ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് UDF-ന് ഭൂരിപക്ഷം കിട്ടും. അപ്പോൾ ഭരണം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വലിയ തീരുമാനത്തിലേക്ക് കൗൺസിലർമാർ പോകുമോ? എന്താണ് കരുതുന്നത്? അല്ല, പോകാതിരിക്കാം. അതൊരു പക്ഷേ അവർ പറയുന്ന കൺസേൺ എത്രത്തോളം സംസ്ഥാന നേതൃത്വം കാര്യമായിട്ട് എടുക്കുന്നുണ്ട് എന്നും അത് എത്രത്തോളം ദേശീയ നേതൃത്വത്തിനെ അറിയിക്കുന്നുണ്ട് എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ രീതിയിലത്തേക്കുള്ള ഒരു വിമത സ്വരം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ഔദ്യോഗിക തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ആൾക്കാർ സംഘം ചേർന്ന് മീറ്റിംഗ് നടത്തുന്നു എന്ന രീതിയിലത്തേക്കൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഒരു മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകണമെന്നുണ്ട് എങ്കിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും സാധിക്കണം. പക്ഷേ ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഈ തീരുമാനത്തിൽ മാറ്റമില്ല എന്നും ദേശീയ തീരുമാനം ഇത് തന്നെയാണ് എന്നും ഇതിനോട് പ്രതിഷേധിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അവർക്ക് പാർട്ടിയിൽ നിന്ന് പോവുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ സന്ദീപ് വാര്യർ പറഞ്ഞിരുന്ന അതേ ന്യായം ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞിരുന്ന ആത്മാഭിമാനം എന്നൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ, ഇതിനെയെല്ലാം മുൻനിർത്തി ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ ഒരുപക്ഷെ ഈ വിമത സ്വരം ഉയർത്തുന്ന ആൾക്കാർ നിർബന്ധിതരായേക്കാം. അങ്ങനെ വരികയാണ് എങ്കിൽ BJPക്ക് അവിടെ ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് ഈ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന നേതൃത്വമായിക്കോട്ടെ ദേശീയ നേതൃത്വമായിക്കോട്ടെ അതിൻ്റെ വരുംവരാഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. ഇലക്ഷൻ ഇവിടെ നടക്കുന്നില്ല. അത് നടക്കുന്ന സമയത്ത് പോലും സെലക്ട് ചെയ്യുന്ന ആളിനെ ഒരു സമവായത്തിലൂടെ പൊതുസ്വീകാരനായിട്ടുള്ള ഒരാളിനെ എടുക്കുന്നതിന് പകരം ഒരാളിനെ അവരുടെ മുന്നിലേക്ക് എൻഫോഴ്സ് ചെയ്യുകയാണ് എന്ന രീതിയിലത്തേക്ക് ഒരു തീരുമാനം. പക്ഷേ ഒരു കാര്യമുണ്ട് യുവാക്കൾക്ക് പ്രാധാന്യം. 4 വനിതകളെ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വനിതകളൊക്കെ തന്നെ അവിടെ അത്രത്തോളം സ്വീകാര്യമാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അതൊരു നിലപാടാണല്ലോ, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുക. അത് BJP അത് പടിപടിയായി നടപ്പാക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ 4 പേർക്ക് ആ തരത്തിൽ അധ്യക്ഷ സ്ഥാനം നൽകുന്നു. അതുകൂടാതെ ബാക്കി എല്ലാവരും യുവാക്കളാണ്. ഇപ്പോൾ ഈ പ്രശാന്ത് ശിവന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം 35 വയസ്സ്, നേരത്തെ 40 വയസ്സായിരുന്നു ജില്ലാ അധ്യക്ഷന്മാരുടെ പ്രായം കണക്കാക്കിയിരുന്നത്. അപ്പോൾ 35 വയസ്സ് പ്രായം ഒരു ചെറുപ്പക്കാർ വരട്ടെ, മുഴുവൻ ചെറുപ്പക്കാരെ ഏൽപ്പിക്കാം എന്നുള്ളതാണ്. ഈ പ്രശാന്ത് ശിവന് മറ്റു കാര്യം കൂടി ഉണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സജീവമായി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഈ യുവാക്കൾക്കിടയിൽ, വിദ്യാർത്ഥി പ്രമുഖായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള സ്വാധീനം, യുവാക്കൾക്കിടയിലുള്ള സ്വാധീനം, ഇതൊക്കെ തന്നെയും അവിടെ കേന്ദ്ര നേതൃത്വം പരിഗണിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ യുവാക്കളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു തലപ്പത്തൊരാൾ വരട്ടെ എന്ന് പാർട്ടി പുതുതായി ആലോചിക്കുന്നു എന്ന് വേണം കരുതാൻ. അത് ഇവിടെ മുഴുവൻ പേരെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് സാധ്യമല്ല എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ പോലും അങ്ങനെ ഒരു സതുദ്ദേശം ഉണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ല, ഒരുപക്ഷെ ഇതിൽ സതുദ്ദേശം തന്നെ ആയിരിക്കാം. അതായത് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ കഴിവുള്ള ഒരു നേതാവ് തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകുകയാണെങ്കിൽ നല്ല രീതിയിലത്തേക്ക് അദ്ദേഹം പെർഫോം ചെയ്യുകയും ചെയ്തേക്കാം. നമ്മളിപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജാതകം തയ്യാറാക്കുന്നതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല. ഒരുപക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തേക്കാം. ഈ അസ്വാരസ്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ മാറ്റുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തേക്കാം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇനി യുവാക്കൾക്ക് ഇതിൻ്റെ ഒരു കടിഞ്ഞാൺ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ആ തീരുമാനത്തിന് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് വേണ്ടത് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് ഈ നേതാക്കന്മാരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ പറഞ്ഞത് ഒപ്പം നേരിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മറ്റുള്ള ആൾക്കാരെല്ലാവരും. അങ്ങനെയുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ താഴെ തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആൾക്കാരെല്ലാവരും തന്നെ ശരിയാണ്, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ടാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നയപരമായിട്ടുള്ള ഒരു തീരുമാനമാണിത്, അതിനോടൊപ്പം തന്നെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്നാണ് അവരുടെ അഭിപ്രായമെങ്കിൽ നിശ്ചയമായിട്ടും അത് അവർ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ഒരു യുവ നേതാവിനെയാണ് വേണ്ടത് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 34 വോട്ട് അല്ലെങ്കിൽ 31 വോട്ട് ഒക്കെ കിട്ടിയിരിക്കുന്ന ആൾക്കാർ അവരുടെ പ്രായം എത്രയാണ്, അവരുടെ പ്രവൃത്തി പരിചയം എന്താണ്, ഇവരെയൊക്കെ തന്നെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന ആൾക്കാരായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാവരിലും ഈ പറയുന്ന യുവത്വം എന്ന് പറയുന്ന ഒരൊറ്റ ക്രൈറ്റീരിയ അല്ലല്ലോ, മറ്റു പല കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ചേർന്ന് പരിഗണിക്കേണ്ടതുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ
അപ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 3 പേരുകൾ ഇതാണ്. ഈ പേരുകളിൽ ആരെ വേണമെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഓപ്ഷൻ ആൾക്കാരുടെ മുന്നിലേക്ക് വെച്ചിരുന്നുവെങ്കിൽ ഇത്രയും രീതിയിലത്തേക്കുള്ള ഒരു വയലന്റ് ആയിട്ടുള്ള പ്രതികരണം ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് ഭരണമുള്ള ഒരു നഗരസഭ, അവിടെ ആൾക്കാർ വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ ആ ഭരണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരിടം, അങ്ങനെയുള്ള ഒരിടം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് കൈക്കൊള്ളാം എന്ന രീതിയിലത്തേക്ക് ഡയറക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് ഒരു യുവാവിനെ വെച്ച് കഴിഞ്ഞാൽ ഭരണം പോയാലും സാരമില്ല, നമുക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം, ഒരു കടുംവെട്ട് തീരുമാനം, അത് ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ സ്വീകരിക്കുമോ എന്നെനിക്ക് വലിയ സംശയമുണ്ട്. അപ്പോൾ ഇത് മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പേര് പറയുന്നുണ്ട് എങ്കിലും ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് മോദിയും അമിത്ഷായും തന്നെയാണ് എന്ന് ഇവിടെയുള്ള സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ പാലക്കാട്ടുള്ള മറ്റ് നേതാക്കന്മാർ പോലും വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മോദിയും അമിത്ഷായും എടുത്ത തീരുമാനം തന്നെയാണിത് എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ മറ്റുള്ള ആരുടെയെങ്കിലും സന്തോഷം ഈ വിഷയത്തിലുണ്ടോ? അങ്ങനെ സന്തോഷമുള്ള വ്യക്തികൾ എടുത്തിരിക്കുന്ന തീരുമാനമാണോ? ആ തീരുമാനം മറ്റുള്ള മുകളിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കാണിച്ച് അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? തുടങ്ങിയ തീരുമാനങ്ങളും കാര്യങ്ങളും പരിഗണിക്കപ്പെടേണ്ടതായി വരും. ശ്രീജിത്ത്, ഇപ്പോൾ മത്സരത്തിലുണ്ടായിരുന്ന ഓമനക്കുട്ടനും സ്മിതേഷുമാണല്ലോ. ഓമനക്കുട്ടനാണ് കെ സുരേന്ദ്രൻ വിഭാഗത്തിന്റെ പ്രതിനിധിയായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനാണ് കൂടുതൽ വോട്ട് കിട്ടുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രശാന്ത് ശിവനോട് എതിർപ്പൊന്നുമില്ല കെ സുരേന്ദ്രന് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ 2 ഗ്രൂപ്പുകളിലും അങ്ങനെ ഗ്രൂപ്പുകളുടെ പ്രതിനിധിയാകാത്തവരാണ്. നമുക്ക് വിവിധ ജില്ലകളിലേക്ക് നോക്കിയാൽ അങ്ങനെയാണ് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഗുണം ചെയ്യുമോ അത്യധികമായി ദോഷം ചെയ്യുമോ എന്നൊരു വിഷയമുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊരു നിലപാടിലേക്ക് കെ സുരേന്ദ്രൻ എത്തുന്നുണ്ടോ എന്ന് കൂടി സംശയമുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, കേന്ദ്ര നേതൃത്വം നിശ്ചയിക്കട്ടെ, നടപ്പാക്കട്ടെ എന്ന രൂപത്തിലേക്ക് കൈയൊഴുകിയാണോ? ആ പ്രതികരണത്തിനെ അങ്ങനെ വായിക്കേണ്ടതുണ്ടോ? അല്ല, അത് ഡിബേറ്റബിൾ ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ടേമും ഒരുപക്ഷെ ഈ ഒരു സമയത്ത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരാൾ ഒരുപക്ഷെ ദേശീയ സംസ്ഥാന നേതൃസ്ഥാനത്തേക്കൊക്കെ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോ നമ്മുടെ ഈ പസിലിൻ്റെ പല പീസുകളെല്ലാം വെച്ചതിന് ശേഷം അതെല്ലാം വീണ്ടും നമ്മളിങ്ങനെ ജമ്പിൾഡ് പീസാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം തന്നെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പൊസിഷനിലേക്ക് വീണ്ടും വരുന്ന ഒരാളിന്റെ ഉത്തരവാദിത്തം മാത്രമായി മാറും. ആ രീതിയിലത്തേക്ക് മറ്റൊരാളിന്റെ തലയിലേക്ക് കെട്ടിവെച്ചേച്ച് പോകുന്ന ഒരു രീതി ഒരു നേതാവും അവലംബിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് സംഘടനയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കും. അപ്പോൾ ഒരു നേതാവ് ഇപ്പോൾ ഗ്രേസ്ഫുള്ളി എക്സിറ്റ് ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യമെങ്കിൽ പോലും ഇവിടെ ചെയ്യേണ്ടത് പാലക്കാടുമായി ചേർന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വരുന്ന കുറേയധികം വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട്, നയപരമായിട്ട് നേരത്തെ ബ്രൂവറിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള നയപരമായിട്ടുള്ള തീരുമാനമുണ്ട്, സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് ആണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനാണ് ഒരു പാർട്ടിക്ക് കൂടുതലായിട്ട് ഗുണം ചെയ്യുക. ഒരുപക്ഷെ ആ രീതിയിലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായേക്കാം, നമുക്കറിയില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡയറക്ഷൻ പാർട്ടി ഉണ്ടാക്കുകയും യുവാക്കൾക്ക് നമ്മൾ കടിഞ്ഞാൻ കൊടുക്കുകയാണ് എന്നും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ മത്സരിക്കാൻ തന്നെ യുവാക്കൾ മാത്രമായിട്ട് വരുമായിരുന്നല്ലോ. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് എല്ലാം തന്നെ യുവാക്കളായിട്ടുള്ള ആൾക്കാരല്ല മത്സരിക്കുന്നത്. അപ്പൊ ഇത്ര പ്രായത്തിന് മുകളിലുള്ള അല്ലെങ്കിൽ ഇത്ര പ്രായത്തിൽ താഴെയുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഇനി പരിഗണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ തമ്മിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം നടന്ന് അതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളിനെ തെരഞ്ഞെടുത്താൽ ഈ പ്രശ്നം തീരുമായിരുന്നല്ലോ. അപ്പോൾ അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നും ഈ പറഞ്ഞ ഇലക്ഷൻ പ്രോമിസ് ചെയ്തതിനു ശേഷം സെലക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് യഥാർത്ഥ ഉത്തരവാദി ആര് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇവിടെ RSSന് BJPയിൽ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നല്ലോ സാധാരണഗതിയിൽ സംഘടനാ സെക്രട്ടറി പോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നതാണ് ആ പോസ്റ്റിൽ പറയുന്ന പേര്. പക്ഷേ കഴിഞ്ഞ 6-7 മാസമായി ആ സ്ഥാനത്ത് ഇപ്പോൾ ആരുമില്ല എന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നവർ തിരിച്ചു പോയിരിക്കുന്നു. നേരത്തെ പല പേരുകളും ആ നിലയിൽ ഉണ്ടായിരുന്നല്ലോ. കെ സുഭാഷ്, M ഗണേഷ്, ഉമാകാന്തൻ, അങ്ങനെ പല പേരുകളും. ഇപ്പോൾ 6-7 മാസമായി ആ സ്ഥാനത്തേക്ക് ആരുമില്ല. അപ്പോൾ RSS ഇവിടെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ സംസ്ഥാന നേതൃത്വം ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് ഒരു പിണക്കം അതിൻ്റെ ഭാഗമായി ആ പ്രതിനിധി തന്നെ ഇല്ലാതാകുന്നു. അതിൻ്റെ തുടർച്ചയായി സംഭവിക്കുന്നതാണ് ഈ പരിഷ്കാരങ്ങൾ എന്ന് കാണേണ്ടി വരുമോ? അല്ല, അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് കേരളത്തിൽ മാത്രം സംഭവിച്ച ഒരു പ്രത്യേകതയുമല്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും BJPക്ക് സംഘടനാ ജനറൽ സെക്രട്ടറിയെ നൽകിയിരുന്ന RSS അവരെയൊക്കെ പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ഥലങ്ങളിലും. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ സുഭാഷ് കണ്ണോത്താണ് നേരത്തെ ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ RSSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തുണ്ടായിരുന്ന ആളിനെ അവർ റീപ്ലേസ് ചെയ്യുന്നു. റീപ്ലേസ് ചെയ്യുകയല്ല, പിൻവലിക്കുന്നു. പകരം റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്
ഇതുവരെ അവിടെ ഉണ്ടായിട്ടുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ തന്നെ ഒരുപക്ഷെ കേന്ദ്ര തലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ RSSും BJPയും തമ്മിലുള്ള ബന്ധം അത്രത്തോളം സുദൃഢമല്ല. നമ്മൾ മഹാരാഷ്ട്രയിൽ യോജിച്ച് പ്രവർത്തിക്കുന്നത് കണ്ടു, പക്ഷേ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം നമ്മളത് കണ്ടതുമല്ല. അപ്പോൾ ഇതിനൊരു ലാർജറായിട്ട് ഒരുപക്ഷെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ചുമതലയിലേക്ക് വെക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കരുതുന്നത് പാലക്കാടുള്ളത് കേവലം അങ്ങനെയുള്ള RSSന്റെ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കുറേ കാലമായിട്ടുണ്ട്. ഇന്ന് പല മാധ്യമങ്ങളും ഇതൊരു പൊട്ടിത്തെറിയാണ് എന്ന മട്ടിലാണ് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ആ പൊട്ടിത്തെറി എന്ന് പറയുന്നത് നേരത്തെ തന്നെ നടന്നിരുന്നു. ആ പൊട്ടിത്തെറി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ അത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അവരുടെ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രഭാരിയും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ നേരത്തെ ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്തിയിരുന്ന പ്രമീള എന്ന നേതാവ്, ശിവരാജൻ എന്ന നേതാവ്, ഈ ആൾക്കാർ ഈ സമയത്തും സമാനമായ രീതിയിലത്തേക്ക് പ്രതികരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അവരോട് കൃത്യമായി ആ ഒരു ഡയലോഗ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് കാട്ടുന്നത് സംഘടനാ തലത്തിലുള്ള ദൗർബല്യമാണ്. അവിടെയാണ് ഒരുപക്ഷെ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ ഇപ്പോൾ ഈ പാർട്ടിക്ക് ഇല്ല കേരളത്തിൽ എന്നുള്ളതിന്റെ പ്രസക്തി. വളരെ നന്ദി ശ്രീ പണിക്കർ, ചർച്ചയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് പങ്കുചേർന്നതിന്. ഞാൻ ഇടവേള ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.